ഹായ്, എല്ലാവർക്കും മലയാളി വില്ലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണേ. എന്താണെന്ന് കഴിഞ്ഞാൽ ആ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു ലോങ് വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നേക്കുന്നത് കേട്ടോ. ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ആ സന്തോഷം പറഞ്ഞറിയിക്കാനായിട്ട് ഒട്ടും പറ്റുന്നില്ല, അത്രയധികം സന്തോഷമാണ്. മലയാളികളായ നിങ്ങളെല്ലാവരും എന്നെ നെഞ്ചിലേറ്റിയും ഇങ്ങനെ ഓരോരോ കമൻറ്റുകൾ, ഓരോരോ സബ്സ്ക്രൈബൊക്കെ കിട്ടുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഞാൻ ഇത്രയധികം ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ ചെയ്തെങ്കിലും എനിക്ക് നല്ല വളരെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. സപ്പോർട്ട് നിങ്ങളുടെ എല്ലാവരുടെയും ഉണ്ട്. അത് നിങ്ങളുമായിട്ട് തന്നെ ഷെയർ ചെയ്യണമെന്ന് തന്നെ എനിക്ക് തോന്നി. ഒരാളുടെ പേര് മാത്രം എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് പറ്റുമോ 100-110 സബ്സ്ക്രൈബ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ 110 പേരും എൻ്റെ ഫ്രണ്ട്സാണ്. ഈ 110 പേരും എൻ്റെ ഫ്രണ്ട്സാണ്. അപ്പോൾ എനിക്ക് എങ്ങനെ അത് നിങ്ങളോട് പറഞ്ഞറിയിക്കണമെന്ന് എനിക്കറിയാൻ പാടില്ല. എനിക്ക് ഇത്രയും ഫ്രണ്ട്സിനെ കിട്ടിയല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ ഇവരുടെ പേരൊന്നും എനിക്ക് പറയാനായിട്ട് ഇപ്പം പറ്റില്ല. ഞാനൊരു 500 സബ്സ്ക്രൈബ്, മോണിറ്റൈസേഷനൊന്നും ആയിട്ടില്ലല്ലോ. അപ്പോൾ 500 സബ്സ്ക്രൈബൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഒരു പേപ്പറിനകത്ത് എഴുതി വെച്ചിട്ട് എല്ലാവരുടെയും പേര്, എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരുടെയും പേര് നിങ്ങളെ ഞാൻ അറിയിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ല എങ്ങനെ എനിക്കത് നിങ്ങളുമായിട്ട് ഇപ്പം എനിക്ക് ഷെയർ ചെയ്യണമെന്ന് അറിയില്ല. എനിക്ക് ഇത്രയധികം എന്താ പറയുക, ഇത്രയധികം സപ്പോർട്ട് ഉണ്ടാവുമെന്നും ഒന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല. നിങ്ങളെല്ലാവരും എന്നെ നെഞ്ചിലേറ്റി നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് 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 നന്ദിയുണ്ട്. പിന്നെ പറയട്ടെ, നമ്മുടെ 2024 പോയി, ഇനിയൊരു പുതുവർഷമാണുള്ളത്. പുതുവർഷത്തിൽ എല്ലാവരുടെയും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പ്രതീക്ഷകളൊക്കെ നടക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാനും ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ ഈ യൂട്യൂബുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാനായി 9 വർഷം എടുത്തു. 9 വർഷമായിട്ട് ഞാൻ ഈ പേരൊക്കെ സെലക്ട് ചെയ്ത് ഞാൻ സൂക്ഷിച്ചു വെച്ചൊക്കെയായിരുന്നു. അപ്പം എന്തുകൊണ്ട് വരാൻ പറ്റിയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും എനിക്ക് അറിയാൻ പാടില്ല. അതിന് വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടില്ല. അതിങ്ങനെ വരണം എന്നുള്ളൊരു ആഗ്രഹവും സ്വപ്നമൊക്കെ എനിക്ക് ഉണ്ടെങ്കിലും യൂട്യൂബിനെ കുറിച്ച് ആധികാരികമായിട്ടുള്ള ഒരു കാര്യങ്ങളും എനിക്കറിയാൻ പാടുണ്ടായിരുന്നില്ല. ഇപ്പോഴും അറിയില്ല കേട്ടോ. അത് ആധികാരികമായിട്ട് ഒന്നും അറിയാൻ പാടില്ല. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം ഏത് ചെയ്യണം ഒന്നും അറിയാൻ പാടില്ല. എനിക്ക് തുടങ്ങണം, നിങ്ങളുടെ മുന്നിലേക്ക് വരണം എന്നൊക്കെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് എങ്ങനെ, എപ്പോൾ, എന്ത് ചെയ്യണം, അതിനു വേണ്ടി എങ്ങനെ ശ്രമിക്കണം, അതൊന്നും എൻ്റെ കയ്യിലേ അല്ലാത്തായിരുന്നു. പക്ഷേ എന്തോ ഒരു സുപ്രഭാതത്തിൽ അങ്ങ് തുടങ്ങി, അങ്ങോട്ട് രണ്ടും കൽപ്പിച്ചങ്ങ് തുടങ്ങി. നിങ്ങളുമായിട്ടൊക്കെ കാണാനും സംസാരിക്കാനും ഒക്കെ സാധിച്ചു. അങ്ങനെ ഞാൻ നിങ്ങളിൽ ഒരാളായിട്ട് അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ തരുന്ന ഈ സ്നേഹത്തിന് എങ്ങനെ ഞാൻ നിങ്ങളോട് തിരിച്ച് പറയണമെന്ന് അറിയാൻ പാടില്ല. വാക്കുകൾ കൊണ്ടൊന്നും എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീരില്ല. പിന്നെ അതുപോലെ തന്നെ ഞാൻ മാക്സിമം, ഞാൻ ഒരു മെസ്സേജ് ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ മാക്സിമം എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് പോലെ എല്ലാവരുടെ വീഡിയോസും ഞാൻ നോക്കാറുണ്ട്. അതിനകത്ത് സബ് ചെയ്യാറുണ്ട്, ലൈക്ക് ചെയ്യാറുണ്ട്, കമൻറ്റ് ചെയ്യാറുണ്ട്. എല്ലാവരുടേതും ഒന്നുപോലും വിടാണ്ട് ഞാൻ എല്ലാവരെയും ഞാൻ ചെയ്യാറുണ്ട്. അതുപോലെ നിങ്ങളും എന്നെ അതുപോലെ പിന്തുണക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളുടെ പിന്തുണയ്ക്ക് എനിക്ക് ഒരുപാട് നന്ദി. പറഞ്ഞാൽ തീരില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. അത് എപ്പോഴും എൻ്റെ മനസ്സിനകത്ത് ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. ഇനിയും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ, കമൻറ്റുകൾ, സബ്സ്ക്രൈബുകൾ, ലൈക്കുകൾ, ഷെയറുകൾ എല്ലാം ചെയ്യാനായിട്ട് ആരും മറന്നുപോകണ്ട. നമ്മളെപ്പോലെയുള്ള ആൾക്കാർക്കൊക്കെ ലൈക്കും കമൻറ്റും ഷെയറും ഒന്നും ചെയ്തില്ലെങ്കിൽ, സബ്ബൊക്കെ ചെയ്തില്ലെങ്കിൽ പിന്നെ ആർക്കാണല്ലേ ചെയ്യുന്നത്? നിങ്ങളിൽ ഒരാളായിട്ട് തന്നെയാണ് ഞാനും നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരിക്കുന്നത്. അപ്പം എനിക്ക് അത്രയധികം സന്തോഷമുള്ളത് കാരണം അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടിട്ടാണ് ഞാനിപ്പം തന്നെ ഒരു വീഡിയോയുമായിട്ട് ഇത് വന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് തന്നെ മുന്നേറാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരണ്ട. ഒരുമിച്ച് തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഒരുമിച്ച് എല്ലാവർക്കും ആഗ്രഹങ്ങളൊക്കെ സാധിക്കാനായിട്ടൊക്കെ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങളെങ്ങനെയാണ് വിചാരിച്ചേക്കണമെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഓരോരുത്തരുടെ പേരൊന്നും ഇങ്ങനെ പറയാനൊന്നും എനിക്ക് പറ്റുന്നില്ല. അത്രയധികം പേരുകളുണ്ട്. അപ്പോൾ ഒരാളുടെ പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് വിഷമം ഉണ്ടാവും. അതുകൊണ്ട് പേരുകളൊന്നും ഞാൻ പറയില്ല. എനിക്ക് ഇത്രയധികം ഫ്രണ്ട്സിനെ കിട്ടി എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഒരു 100-110 ഫ്രണ്ട്സിനെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഫ്രണ്ട്സിനെയൊക്കെ എൻ്റെ യൂട്യൂബിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും എൻ്റെ ഫ്രണ്ട്സാണ്. നമുക്ക് കൂട്ടാകാം, എൻ്റെ ഫ്രണ്ട്സ് ആകുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. എല്ലാവരും എൻ്റെ ഫ്രണ്ട്സാണ്. എല്ലാവരെയും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് വരണം. എല്ലാം ഇടുന്ന വീഡിയോസൊക്കെ കാണണം കേട്ടോ. അപ്പോൾ എല്ലാവരും, ചില ആൾക്കാർ ഇങ്ങനെ നമ്മൾ വീഡിയോ ഇട്ട് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ പോയി കഴിഞ്ഞിട്ട് പിന്നെ അതിനകത്ത് ആ ഭാഗത്തോട്ടേ വരില്ല. സബ്സ്ക്രൈബ് ചെയ്ത് പോയി പിന്നെ നമ്മൾ ഇതൊന്നും വീഡിയോസൊന്നും കാണാനായിട്ടൊന്നും വരില്ല. അപ്പോൾ അങ്ങനെ
അങ്ങനെയൊന്നും വരാണ്ടിരിക്കരുത്. അപ്പോൾ എല്ലാവരും വരണം, വീഡിയോസ് കാണണം, സമയം കിട്ടുന്ന പോലെ എല്ലാവരും കണ്ടാൽ മതി. ഞാനും നിങ്ങളുടെ എല്ലാ വീഡിയോസും കണ്ടിട്ട് എന്നെക്കൊണ്ടാകുന്നത് പോലെ ഞാൻ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ സബ്സ്ക്രൈബും എല്ലാവർക്കും ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എനിക്ക് തരുന്ന പിന്തുണയ്ക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ.